റിഫ്രഷ് ആകാം. നമുക്കൊപ്പം ഒരു അതിഥി ചേരുകയാണ്. സോഷ്യൽ മീഡിയ താരമാണ് അബിയാണ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നത്. അബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അബി ഒരു സ്ട്രീറ്റ് ഡാൻസർ എന്നൊക്കെ പറയാം. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപരിചിതരെ പോയി പരിചയപ്പെട്ട് അവരെ ഡാൻസ് പഠിപ്പിച്ച് അങ്ങനെ കണ്ടന്റ് ക്രിയേഷൻ നടത്തുന്ന അബി. ഗുഡ് മോർണിംഗ് അബി. ഗുഡ് മോർണിംഗ്. എന്താണ് ഞാനിങ്ങനെ അബിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്, നമ്മൾ ഈ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പരിചയമുള്ളവരോട് തന്നെ സംസാരിക്കാൻ ഭയങ്കര മടിയുള്ളവരുണ്ട്. അപ്പോൾ അബി ഇങ്ങനെ നേരിട്ട് ഇടിച്ചു കയറി ചെന്ന് സംസാരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. നമുക്ക് ഒരു വീഡിയോ കണ്ടിട്ട് അബിയോട് സംസാരിക്കാം. Dance. Excuse me, ma'am. Hi, my name is Abi. I am a content creator. Will you dance with me? Yeah, sure. Huh? Just simple steps. Yeah, sure. Okay. Just like this, I need to keep him. But I can do it. Hi, baby. Name? Noah. Nova. Hi, Nova. Hi. I need to remember this now. ചേട്ടൻ്റെ കൈ ഇതാ. ചോദിച്ചോ. മഴ കുറേ. Was it 2 times? 2 times? 4. ആഹാ, എത്ര മനോഹരമായി ഡാൻസ് പഠിപ്പിച്ചെടുത്തു, കളിച്ചു, റീലുണ്ടാക്കി. അബി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേഷൻ, ഇങ്ങനെ ഒരു തോട്ട് വന്നത് എങ്ങനെയായിരുന്നു? അത് ചേച്ചി, അത് സംഭവം ഇത് കണക്കൊരു പയ്യൻ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ഇതുപോലെ ഒരെണ്ണം തുടങ്ങിയാലോ എന്നിങ്ങനെ ഞാൻ ജസ്റ്റ് ചോദിച്ച്. അപ്പൊ എത്രത്തോളം ഇത് വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങളിത് ഒന്ന് സെറ്റ് നോക്കി. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളിത് ഔട്ട് നോക്കണമല്ലോ, ഇതെങ്ങനെയാണ് ആളുകളെത്തുന്നത്. അങ്ങനെ ഇത് നോക്കിയപ്പോ ഫസ്റ്റ് വീഡിയോ കയറി സെറ്റായി. അങ്ങനെയാണ് ഇതിലോട്ട് വരാൻ തുടങ്ങിയത്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഡാൻസ് ആയിരുന്നോ പ്രൊഫഷൻ നമ്മുടെ? ഇല്ല, എനിക്കൊരു സ്മോൾ മീഡിയ കമ്പനി ഉണ്ടായിരുന്നു. അങ്ങനെ അതിന്റെ വർക്കും കാര്യങ്ങളും നൈറ്റ് ഔട്ട് എന്നാണ് എന്റെ കമ്പനിയുടെ പേര്. അതിന്റെ വർക്കും ഉണ്ട്, അതിന്റെ കൂടെ ഇതും കൂടെ ആയിട്ട് അങ്ങ് പോകും. അപ്പൊ ഞാൻ ചോദിക്കുന്ന, അബി ഇങ്ങനെ ആദ്യം ഇരുന്ന് ആലോചിച്ചു, കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കണ്ടന്റ് ഇട്ടാൽ ഓടും, അങ്ങനെ ആലോചിച്ച് കിട്ടിയ ഒരു സംഭവമാണോ അതോ ഡാൻസ് ബ്ലഡിലുണ്ടോ? ഡാൻസ് കളിക്കുക, അതായത് നമ്മളെ മറ്റേ അങ്ങനെ ഞാൻ പ്രൊഫഷണൽ ഡാൻസർ ഒന്നല്ല, നമ്മളെ മറ്റേ ഉത്സവപ്പറമ്പിലും മറ്റേ കോളേജിൽ നാടൻ പാട്ടൊക്കെ ഇട്ട് കളിച്ച് അങ്ങനെ ഡാൻസ് കളിച്ച് ഡാൻസ്. അല്ലാതെ പഠിച്ചിട്ടൊന്നുമില്ല ഡാൻസ്? അല്ല, അങ്ങനെ ക്ലാസ്സിലായിട്ടൊന്നും പോയി പഠിച്ചിട്ടൊന്നുമില്ല. ഇത് ഈ കളിക്കുന്ന ആളുകൾക്ക് അറിയാം അബി പഠിച്ചിട്ടില്ല ഡാൻസ് എന്നുള്ള. ഞാൻ നമുക്ക് ഇപ്പം ഏത് നമ്മളൊരു സിനിമ കണ്ടാലും പാട്ട് കേട്ടാലും നമ്മൾ ആ ഡാൻസിന്റെ ആ ഒരു മൈൻഡ് താളം ഉണ്ടല്ലേ, അങ്ങനെ പിന്നെ ഡാൻസ് എന്നുള്ള രീതി കളിച്ചങ്ങ് പോകും, അത്രേ ഉള്ളൂ. അപ്പൊ ആദ്യം ക്ലിക്കായ വീഡിയോ ഏതായിരുന്നു? ആദ്യം ക്ലിക്കായ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ മറ്റേ ചന്ദനമഴ സീരിയലിലെ മേഘന ചേച്ചിയുടെ ഡാൻസ് കളിക്കുന്നത്. അത് നമുക്കുണ്ട് അല്ലേ, നമുക്കുണ്ട്. അത് അതിന്റെ വീഡിയോ നമുക്ക് കാണാം എന്തായാലും. അപ്പൊ ചന്ദനമഴ സീരിയലിലെ ആക്ട്രസ് അവിടെ ഇരിക്കുകയായിരുന്നു, പോയി ചോദിച്ചു. അപ്പൊ അന്ന് കാണാം നമുക്ക്. ചന്ദനമഴ സീരിയലിലെ ചേച്ചി ഇരിപ്പുണ്ട്, നമുക്കൊരു ഡാൻസ് സെറ്റ് ആവുമെന്ന് ചോദിച്ചു. എക്സ്ക്യൂസ് മീ. ഹായ് ചേച്ചി. ഡാൻസറാണ്. ചേച്ചിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നമുക്കൊരു ഡാൻസ് കളിച്ചാൽ. ഡാൻസോ? ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഒരു ഡാൻസ് സെറ്റ് ആക്കി. ഓക്കെ. ഇത് ഭയങ്കര പണിയല്ലേ? എനിക്കിതൊക്കെ പറഞ്ഞാല് ആരുടെയെങ്കിലും മിണ്ടാനായിട്ട് പെട്ടെന്ന് കയറി മിണ്ടാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് സമ്മതിപ്പിച്ചെടുക്കണ്ടേ? കേട്ടോ, നമുക്ക് നോക്കാല്ലേ? നമുക്ക് അനുരാഗപ്പൂ തിങ്കൾ കനിയാകുമോ?
ഇത് ഫസ്റ്റ് ടേക്കില് ശരിയായി. ഞാൻ ചോദിക്കുന്നത് നമ്മൾ അവിടെ അവരോട് പോയി സംസാരിക്കുമല്ലോ, സംസാരിച്ചുകൊണ്ട് തന്നെയാണ് അബി പോകുന്നത്. അപ്പൊ നോ പറഞ്ഞിരുന്നെങ്കിലോ? നോ പറഞ്ഞ തീർന്നു. അല്ല, അങ്ങനെ നോ പറഞ്ഞവരുണ്ടോ അബി? പിന്നെ കൊള്ള ഇഷ്ടം പോലെ ഉണ്ട്. ആണല്ലോ, നമ്മൾ നോ പറയുന്നത് കാണിച്ചിട്ടില്ല വീഡിയോ. അത് ഉണ്ടല്ലോ, എന്റെ കയ്യിലുണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോൾ നോ പറയണവരുടെ നമുക്ക് അവര് നമ്മൾ ചെന്ന് ഫസ്റ്റ് ടൈം ക്യാമറ ഓണാക്കി ചെല്ലുമ്പം അവര് ഞാൻ ഇങ്ങനെ പറയും ഞാൻ ഡാൻസറാണ് എന്ന് പറയുമ്പോൾ തന്നെ അവര് പറയും വേണ്ട താല്പര്യമില്ല. അപ്പൊ പിന്നെ നമ്മളത് വീണ്ടും വീഡിയോ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പ്രശ്നമാവും. അവരെ ശല്യപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസ് എടുക്കും അല്ലേ? അത് പറയാൻ പറ്റില്ല. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, നമ്മള് ഇപ്പൊ ആ പെൺകുട്ടി പറഞ്ഞതുപോലെ അതൊരു ഭയങ്കര ടാസ്ക് ആണ്. നമ്മൾ ഈ ഓരോരുത്തരുടെ മൂഡ് നമുക്ക് അറിയില്ലല്ലോ, എങ്ങനെയായിരിക്കും അവർ നിൽക്കുക. ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ കഴിയുമ്പോൾ അവർക്ക് പല പല മൂഡായിരിക്കും. അപ്പൊ ഇങ്ങനെ പോയിട്ട് എന്തെങ്കിലും ദുരനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മനസ്സിലായില്ലേ? അതായത് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ പോയിട്ട്? മോശം അനുഭവമായിട്ടൊന്നുമില്ല. ഒരിക്കൽ ഇത് കണക്ക് പൂജപ്പുര ഗ്രൗണ്ടിൽ ചെന്നായിരുന്നു. അപ്പോഴേ ഒരു 4 അപ്പൂപ്പന്മാര് നല്ല കട്ട ത്രില്ലായിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴും ഞാൻ ചെന്നിട്ട് ഇങ്ങനെ ഡാൻസ് കാണിച്ചു കൊടുത്തു. അപ്പൊ അതിലൊരു അപ്പൂപ്പൻ കട്ട ത്രില്ലായിട്ട് നമുക്ക് എടുക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ പരിചയപ്പെട്ട് പേര് ചോദിച്ചു വന്നപ്പോൾ ഒരു അപ്പൂപ്പൻ എൻ്റെ അടുത്ത് ഇങ്ങനെ റേസായി പറഞ്ഞ് എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് നാളെ ചിലപ്പോൾ നമ്മൾ ഇവന് വേറെ ഉടായ്പൊല്ലാണ്, ഇനി നാളെ നമ്മൾ ജയിലിലെല്ലാം കൊണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് അതങ്ങ് പോയി. പിന്നെ അങ്ങനെ കുറെ അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലൊന്നും തളരില്ല. ഇല്ല, തളരില്ല. അന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണോ? മറ്റേ ഫഹദ്ക്കയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, നമ്മൾ ഞാനൊക്കെ തോൽവിയിൽ നിന്നല്ലേ തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗില്ല. എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? പിന്നെ എനിക്ക് ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞ എന്റെ ചേച്ചിയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. ചേച്ചി എന്താ ചെയ്യുന്നത്? ചേച്ചി എന്താ ചെയ്യുന്നത്? ഒരുമിച്ചായി സോഷ്യൽ മീഡിയ പ്രൊഡക്ഷൻ വരും. അപ്പൊ ഞാനും ചേച്ചിയും കൂടെ ഒരുമിച്ച് പോയി ചെയ്യുന്നത്. അപ്പൊ ചേച്ചിയാണ് എനിക്ക് ബാക്കിൽ നിന്ന് മോട്ടിവേഷൻ തരുന്നത്. നീ പോയി ചോദിക്കും. എനിക്ക് ചിലപ്പം ആളുകൾ ആദ്യം കാണുമ്പോൾ ചിലപ്പോൾ ഒരു അറപ്പാണ്, എന്ന് വെച്ചാൽ ആദ്യം അവരെങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള ഇതാണ്. അപ്പം ചേച്ചി പറഞ്ഞു നീ എന്തായാലും പോ, വഴി വെച്ച് കാണാന്ന് പറഞ്ഞങ്ങ് വിടാം. അപ്പൊ ഞാൻ പോയി സംസാരിക്കാം. ചേച്ചിയാണ് ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും എനിക്കിതില്. ഈ ഇപ്പൊ പറഞ്ഞ പോലെ ഡാൻസേഴ്സിനെ കൂടി നമ്മളിങ്ങനെ കാണുമ്പോൾ അല്ല അവരെ കൂടി പഠിപ്പിച്ചു കൊടുത്ത് നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഒരു ടെൻഷനൊക്കെ വരാറുണ്ട്. ഡാൻസേഴ്സിനെ കാണുമ്പോൾ ആദ്യം ഞാൻ ഡാൻസർ ആണെങ്കിൽ എനിക്കറിയാം. ഇപ്പം നമ്മളെ ഒരു ബി ബോയ് എന്ന് പറഞ്ഞ സാനന്ദ്ര ചാട്ടം ഉണ്ടായിരുന്നു പുള്ളി. അപ്പൊ പുള്ളിയായിട്ട് റീൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഡാൻസേഴ്സ് നല്ല പ്രൊഫഷണൽ ഡാൻസർ അവരെ കൊണ്ട് ഞാൻ സ്റ്റെപ്പ് ഇടിപ്പിക്കില്ല, ഞാൻ പോകില്ല എന്ന് വെച്ചാൽ അവർ ഇത്രയും വലിയ പ്രൊഫഷണൽ ആയ ഒരാൾ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ ചെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരോട് ഡാൻസ് കളിച്ചാൽ എന്നിട്ട് അബി അവരുടെ കൂടെ കളിക്കും. ഞാൻ അവരോട് കളിക്കും. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഞാൻ അങ്ങനെ കണ്ടുമുട്ടിയ ഒരു പയ്യനായിരുന്നു നമ്മളെ മലയക്കോട്ടെ വാലിബൻ സിനിമ ലാലേന്റെ കൂടെ ചിന്നപ്പയ്യനെന്ന് പറഞ്ഞ ആ പുള്ളി. ആ പയ്യനെ മനോജിനെ ഞാൻ ഇവിടെ മാനവീയത്ത് വെച്ച് കണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് റീലെടുത്ത് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ബ്രോ എന്നെ സ്റ്റെപ്പ് ഇട്ട് നമുക്ക് ഡാൻസ് കളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എപ്പോഴെങ്കിലും ഈ കണ്ടന്റിന് അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം തോന്നുന്നുണ്ട്? കാരണം നമ്മളൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ചെയ്തോണ്ടിരുന്ന പിന്നെ വേറെ എന്നതിലേക്ക് നമുക്ക് തിരികെ കയറ്റാൻ പറ്റില്ലല്ലോ. എപ്പോഴെങ്കിലും ഈ ഒരു ഇതിന് മാറി എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? അല്ല, ഞാൻ അല്ലാതെ തന്നെ കണ്ടന്റ് ചെയ്യുന്നുണ്ട്. എന്റെ കൂടെ വേറെ ഈ പേജ് തന്നെയാണോ? സെയിം പേജ് തന്നെയാണോ? നോർമൽ റീലായിട്ട് അങ്ങ് ചെയ്തു പോകണം. ഇപ്പൊ നമ്മളൊരു തക്കുടു എന്ന് പറഞ്ഞൊരു സീരീസ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സിനിമ ഇഷ്ടമാണോ? ലക്ഷ്യമുണ്ടോ സിനിമയിലേക്ക്? അയ്യോ, എനിക്ക് അഭിനയിക്കാം. അല്ല, ഞാൻ ചോദിച്ച സീരീസ് ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ സിനിമയിലൊക്കെ പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഇങ്ങനെ പോയിട്ടൊക്കെ ഉണ്ട്, ഓഡീഷനൊക്കെ 2-3 പോയിട്ടുണ്ട്. നമ്മള് പൈസ മുടക്കി പോണത് തന്നെ ഒരു ഉപയോഗം ഇല്ലാതായിട്ട് തിരിച്ചു. ഏറ്റവും കൂടുതൽ ഇങ്ങനെ പെട്ടെന്ന് പോയി ഇതുപോലെ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അത്ഭുതപ്പെടുത്തി ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഞെട്ടിപ്പോയോ ഗംഭീരമായിട്ട് ഡാൻസ് ചെയ്ത്? അങ്ങനെ ചോദിച്ചാ നോർമൽ ആയിട്ടുള്ള ആളുകൾ, ഡാൻസേഴ്സ് അല്ല, പക്ഷെ നമ്മൾ പഠിപ്പിച്ചെടുത്തപ്പോ അവർ നന്നായി പെർഫോം ചെയ്തു, അങ്ങനെ ഉണ്ടോ? അങ്ങനെ 2-3 കുറച്ച് ഒരു ലോഡിംഗ് കാർ അങ്കിളായിട്ട് ഞങ്ങൾ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ വേൾഡ് മാർക്കറ്റില്. ശരി. അങ്ങനെ അവര് നല്ല അടിപൊളിയായിട്ട് ആദ്യമൊക്കെ അവര് ഭയങ്കര ഇതായിരുന്നു. എന്നാലും പിന്നെ ഡാൻസ് എന്ന് കേട്ടോ പിന്നെ അവരും കട്ട എന്റെ കൂടെ ത്രില്ലായിട്ട്. ഒരു വീഡിയോ എടുക്കാൻ എത്ര സമയം എടുക്കും അനന്തു? കാണുമ്പോൾ ഇത് കട്ടായിട്ടാണ് 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ആയിരിക്കും, ചിലപ്പോൾ 1.25 മിനിറ്റ് ആയിരിക്കും. പക്ഷെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സമയം എടുക്കും. എങ്ങനെ പോയാൽ അതാ ഞാൻ ചോദിച്ചത്, അത് എത്ര സമയം എടുക്കും ഏകദേശം? അവർ ഈ സമയം തരണമല്ലോ. 5 മിനിറ്റ് 10 മിനിറ്റ് എന്നാണ്. പക്ഷെ ഡാൻസ് കളിക്കും അല്ല വെച്ചാൽ വലിയ ആൾക്കാരല്ല, നമ്മളെ ഒരു ഏജ് ഗ്രൂപ്പ്, അതായത് കൊച്ചു പയ്യന്മാർ അങ്ങനത്തെ നിലവിലുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഞാൻ പറയണമെന്ന് ഒരു 5-10 മിനിറ്റിനകത്ത് ഞാൻ പഠിപ്പിച്ചെടുക്കാമെന്ന് ഞാൻ പറയും. പക്ഷെ പഠിപ്പിച്ചെടുത്ത് കഴിഞ്ഞ് പിന്നീട് അവരെന്താ പറയാ സെറ്റായി വരുമ്പോൾ ആദ്യത്തെ ടേക്ക് എല്ലാം ഇപ്പം ഗ്രൂപ്പ് ആണെങ്കിൽ ആദ്യം ഞാൻ കളിക്കുകയാണെങ്കിൽ ആദ്യം എല്ലാവർക്കും സ്റ്റെപ്പ് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തതിന് ശേഷം അതിലാരെങ്കിലും ഒരാൾ തെറ്റിക്കും. അപ്പൊ തെറ്റിച്ചെടുത്താൽ ഞാൻ അവന് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് ചിലപ്പോൾ അവൻ ഇടയ്ക്കുള്ള സ്റ്റെപ്പായിരിക്കും തെറ്റിക്കണത്. എല്ലാ ഡാൻസിലും ഫസ്റ്റ് ടേക്ക് ഞാൻ തെറ്റിക്കും, ഉറപ്പായിട്ടും തെറ്റിക്കും. അങ്ങനെ ഞാൻ ലാസ്റ്റ്
ഈ ഫസ്റ്റ് ടേക്ക് ഗ്രൂപ്പായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് തുടങ്ങാൻ നേരത്ത് ചിലപ്പം അവന് പഠിപ്പിച്ച സ്റ്റെപ്പ് ആയിരിക്കും ഞാൻ ആദ്യം കളിക്കണത്. അങ്ങനെയൊക്കെ കുറെ അനുഭവങ്ങളൊക്കെ മനസ്സിലായി. ഈ ഫോറിനറുടെ നമ്മൾ ആദ്യം കണ്ട ആ വീഡിയോ ഉണ്ടല്ലോ, അവർ ആദ്യം തന്നെ അഭി പോയി സംസാരിച്ചപ്പോ തന്നെ ഓക്കെ പറയുമായിരുന്നു. എവിടെന്ന് അത് സംഭവം ഞാൻ പറഞ്ഞില്ലേ, അത് ഞങ്ങള് ഒരു ദിവസം ഇങ്ങനെ കണ്ടന്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയായിരുന്നു. അപ്പൊ ഇവര് നമ്മുടെ പാളയം ഗണപതി കോവിലിന്റെ ഓപ്പോസിറ്റ് നിൽക്കുമായിരുന്നു. അപ്പോഴും അവിടെ വെച്ച് ചേച്ചി പറഞ്ഞു ഒരു കണ്ടന്റ് നിപ്പുണ്ട്, ഒരു പുള്ളിക്കാരി നിപ്പുണ്ട്, നമുക്കൊരു കണ്ടന്റ് നിപ്പുണ്ടെന്നല്ലേ കറക്റ്റ് വായിന്ന് വന്നത്. ഒരു കണ്ടന്റ് നമ്മൾ അന്വേഷിച്ചു പോകുന്ന ഒരു കണ്ടന്റ് ഇതേ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ചേച്ചി. അങ്ങനെയല്ല, നമ്മളിങ്ങനെ പോവായിരുന്നില്ലേ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഫോറിനർ ആണല്ലോ, അപ്പൊ നമുക്ക് ഒരു കണ്ടന്റ് എടുക്കാം. അപ്പൊ നമ്മൾ നേരെ അവിടെ ചെന്ന് ഇറങ്ങിയപ്പം എനിക്ക് അധികം അത്യാവശ്യം ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് വശമില്ല. അപ്പൊ ചേച്ചി ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പിടിച്ചു പോകുന്നു. അങ്ങനെ ലാസ്റ്റ് ഇവര് ഞാൻ ക്രോസ് ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ട് ഇറങ്ങിയത്, ഇവർ ക്രോസ് ചെയ്ത് അപ്പുറത്ത്. അപ്പൊ ഇവരെ കോസ്റ്റ്യൂം എല്ലാം കണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരില്ല, ഇങ്ങനെ അന്തം വിട്ടൊക്കെ നോക്കുന്നത് ഇവിടെയുള്ള ആൾക്കാർ. അപ്പൊ എനിക്ക് പേടി, നമ്മൾ ഒരാളടുത്ത് എങ്ങനെ പോയി ചെന്ന് ചോദിക്കും. അങ്ങനെ ചേച്ചി ഞാൻ പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ധൈര്യമായിട്ട് പോയി എന്റെ പറ്റുന്ന രീതിക്കുള്ള ഇംഗ്ലീഷിൽ ഞാൻ ചെന്ന് അങ്ങ് സംസാരിച്ചെടുത്തു. അപ്പൊ അവര് അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു. അപ്പം അവരാദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ കൊച്ചു കയ്യിലിരിപ്പുണ്ട്, അപ്പൊ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും പറഞ്ഞില്ല, കൊച്ചു കയ്യിരിപ്പുണ്ട്, കുഴപ്പമുണ്ടോ. അപ്പൊ ഞാൻ പിന്നെ പറഞ്ഞു കുഴപ്പമില്ല. ആദ്യം പിന്നെ കൊച്ചിനെ ഞാൻ എടുത്ത് പിന്നെ അങ്ങ് ആ ഡാൻസ് അങ്ങ് തുടങ്ങി. ഇഷ്ടപ്പെട്ടു, കണ്ടന്റെല്ലാം കാണിച്ചു കൊടുത്തപ്പം ഇഷ്ടപ്പെട്ടു. അങ്ങനെ പുള്ളിക്കാരി ഓക്കെ പറഞ്ഞു. അബിക്ക് ആരുടെങ്കിലും കൂടെ ഇതുപോലെ ഡാൻസ് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള അങ്ങനെ ഒരു എയിം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫിലിം സ്റ്റാർസോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ എയിമായിട്ട് അങ്ങനെ ഇല്ല. ഇല്ല. അത് നമ്മള് നമ്മൾ ഇറങ്ങുക ആരെങ്കിലും ഏതെങ്കിലും സിനിമ നടന്മാരെ കണ്ടാൽ അപ്പൊ ഡാൻസ് കളിക്കാത്ത, ചിലപ്പോ കിട്ടും ചിലപ്പോ കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നത് മാറിയിട്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് നിങ്ങളെ പറയാറ്. അപ്പൊ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വളരെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണമല്ലോ അല്ലെ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ആളുകളിൽ ഒരു ചിരി, ഒരു പോസിറ്റീവ്നെസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് അബിക്ക് തോന്നുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്ന കുറെ ആൾക്കാരെ കാണാം. ആ ടൈമിലായിരിക്കും ചെന്ന് നമ്മൾ കണ്ടന്റ് ഇങ്ങനെ ചെന്ന് സംസാരിക്കണത്. അപ്പൊ അവരാദ്യം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആദ്യം അവര് നോ പറഞ്ഞിട്ട് അങ്ങ് പോകും. പിന്നെ എന്റെ സംസാരം പോലെ ഇരിക്കും. ഞാൻ എന്ന് വെച്ചാൽ ആരുടെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കും. ഞാൻ ഇപ്പോൾ ഓപ്പൺ മൈൻഡ് ആയിട്ട് ചിരിയും കളിയായിരിക്കും സംസാരം. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ചിരി ഗ്രൂപ്പായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ചിരിയും കളിയും പറയണം. അപ്പൊ അവര് ഇരുന്ന് ചിരിക്കും. അങ്ങനെ ചിരിച്ച് അങ്ങനെയൊക്കെ വരുന്ന ഇതുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു അനുഭവം ഉണ്ടായിരുന്നു. കൊച്ച് നല്ല വിഷമിച്ചിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ആ കൊച്ച് ഡാൻസ് പഠിപ്പിച്ചെടുത്ത് അവൾ ഫുൾ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പൊ അതൊരു അനുഭവമായി. ഞാൻ കാരണം ഒരാൾക്ക് വിഷമിച്ചിരുന്ന് അങ്ങനെ കുറെ മെസ്സേജ് വരാറുണ്ട്. പ്രോയുടെ വീഡിയോസ് കാണുന്ന സമയത്തെല്ലാം നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് കുറച്ച് സന്തോഷം കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഒരു വീഡിയോയും കൂടെ കാണാം. ഹലോ, എനിക്കൊരു സഹായം ചെയ്യോ? ഞാൻ 2 ദിവസമായി ഫുഡ് കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഫുഡ് ബാഗില സ്വിഗ്ഗിയോ ഓടയാണോ? എന്തെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ ബാഗിൽ നിന്ന് തരാൻ വല്ല വഴിയുണ്ടോ? പൈസ തരാനാണെങ്കിൽ എനിക്ക് ഓർഡർ ചെയ്താൽ പോലെയായിരുന്നോ? ചായ രാവിലെ ചായ ശരിയാവൂല. എനിക്ക് രാവിലെ കഴിക്കാനായിട്ട് ദോശയോ അപ്പം എന്തെങ്കിലുമൊക്കെ വേണമായിരുന്നു. സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്തിട്ടേ നമുക്ക് ക്യാൻസൽ ചെയ്ത് അങ്ങനെ എടുക്കാൻ പറ്റും. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പൈസ ആവൂലല്ലേ? നീ ഇടയ്ക്ക് കഴിച്ചായിരുന്നു രാവിലെ എന്തെങ്കിലും കഴിച്ചാ? നിങ്ങളൊക്കെ കറക്റ്റ് സമയത്തിന് കഴിക്കുന്നുണ്ടല്ലോ. നമ്മളെ പോലുള്ള ആൾക്കാരല്ലേ ഇപ്പൊ കഴിക്കാം. ആരും ഓർഡറത്? ഞാൻ എത്ര പ്രാവശ്യം ഓർഡർ ചെയ്യും. അങ്ങനെ എന്റെ വീട്ടിൽ എങ്ങനെ പെമ്പിള്ളേരൊന്നും വരാറില്ലല്ലോ. പേരെങ്ങനെയാ? അമൃത. ശരി, ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു. എന്റെ പേര് അബി എന്നാണ്. ഞാൻ ഈ സ്ട്രേഞ്ചർ ഡാൻസർ ആണ്. ഇൻട്രസ്റ്റ് ആണ്. ചില ഗുണങ്ങളുണ്ടല്ലേ? പെൺകുട്ടികളോടൊക്കെ നേരിട്ട് ഇടിച്ച് എന്ന് സംസാരിക്കുക, അതിനുശേഷം അവർക്കൊത്ത് ഡാൻസ് കളിക്കുക. ഒരുപാട് പേരുടെ സ്വപ്നമാണ് കേട്ടോ ഇതൊക്കെ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. എന്ത് പറയാ, നമ്മളെ ജോലി നോക്കി പോകുന്ന അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ആശംസകളും. ഞങ്ങൾക്ക് രാവിലെ കുറച്ച് പോസിറ്റീവ്നെസ് തന്നതിന് നന്ദി. ചേച്ചി റെഡി ആണെങ്കിൽ ഡാൻസ് കളിക്കാം. അയ്യോ, നമ്മൾ രണ്ട് സ്റ്റുഡിയോയിലായിരുന്നു. ഡാൻസ് സ്റ്റെപ്പ് പറഞ്ഞാ പോലെ. അയ്യോ, അതും കണ്ടന്റ് ആക്കാനാണോ? പിന്നെ തീർച്ചയായും നമുക്ക് ഏതെങ്കിലും വഴിയിൽ സ്ട്രേഞ്ചർ ആയിട്ട് കണ്ടുമുട്ടാം. അപ്പൊ ഞാൻ ഡാൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പോട്ടെ, കാര്യങ്ങളൊക്കെ പോട്ടെ. ഒരുപാട് ഫോളോവേഴ്സിനെയൊക്കെ കിട്ടട്ടെ കേട്ടോ. താങ്ക് യു. ഫോളോ ചെയ്ത ഒരുപാട് എല്ലാവർക്കും നന്ദി.
താങ്ക് യു.